സോളാർ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ സ്ട്രക്ചർ നമ്മൾ എത്ര സ്ട്രോങ് ആയിട്ട് ചെയ്യണോ, കാരണം ഇത് നമ്മൾ 1 കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ വെക്കണതല്ല, നമ്മളിതൊരു 30 കൊല്ലം നമ്മുടെ ലൈഫ് ടൈമാണ് നമ്മളിത് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഉറപ്പായിട്ടും നമുക്ക് ഒരു സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതും കൂടിയാണ്. ഇതിൻ്റെ സ്ട്രക്ചർ സ്ട്രോങ് ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. കൂടിയിട്ടുള്ള പൈപ്പ്സും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഈ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ വർക്കോ കാര്യങ്ങളോ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് നമുക്ക് ഒരുപാട് ഇതിന് തന്നെ, അതായത് പാനൽസിന് തന്നെ ഡാമേജ് വരാം. അതായത് ഇത് പ്രോപ്പറായിട്ട് ഇരുന്നില്ലെങ്കിൽ അതിൻ്റെ സ്ക്രൂസ് ലൂസായി അല്ലെങ്കിൽ അതിൻ്റെ ബോൾട്ട് ലൂസായി അതിൻ്റെ പാനൽസ് വരെ ഡാമേജ് ആവും. അപ്പോൾ ഈ ഇങ്ങനെ പാനൽസ് ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് വാറണ്ടി പോലും കിട്ടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ സ്ട്രക്ചർ സ്ട്രോങ് ആയിരിക്കണം, നല്ല ടെക്നീഷ്യൻസുമായിരിക്കണം ഇത് സ്ട്രക്ചർ ചെയ്യേണ്ടത്. സോളാറിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ആൾക്കാർക്കുണ്ട്, ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നോ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾക്ക് പേജസ് ഉണ്ട്, അപ്പോൾ അതിൽ ഫോളോ ചെയ്യുക. താങ്ക് യു.